കഴിഞ്ഞ കാലത്ത് കേരളത്തിൽ ഉണ്ടായിരുന്ന ഒരു രീതി എങ്ങനെയാന്ന് വെച്ചാൽ ഒരു 5 കൊല്ലം UDF ഭരിക്കും, പിന്നെ ഒരു 5 കൊല്ലം LDF ഭരിക്കും, വീണ്ടും ഒരു 5 കൊല്ലം UDF LDF ഇങ്ങനെ മാറി മാറി ഭരിക്കുന്ന ഒരു കാലം ആയിരുന്നു. അങ്ങനെ ആ ഒരു കാലത്ത് ഇപ്പം LDF ആയാലും UDF ആയാലും ആരാണോ ഭരിക്കുന്നത് ആ ഭരിക്കുന്ന ആളുകൾക്ക് ചില പോരായ്മകളും കുറ്റങ്ങളും കുറവുകളൊക്കെ ഉണ്ടാവുമല്ലോ. ചിലപ്പോൾ ചില അഴിമതികൾ വരും, ഒരിക്കലും അംഗീകരിക്കാൻ പറ്റുന്ന ചില തെറ്റുകളും കുറ്റങ്ങളൊക്കെ സംഭവിക്കും. അങ്ങനെ വരുമ്പോൾ പ്രതിപക്ഷം തെരുവിലിറങ്ങും, അവർ സമരം ചെയ്യും, കല്ലെറിയും, ബസ്സിന് തീ കൊടുക്കും, പോലീസ് ജീപ്പ് കത്തിക്കും, പോലീസ് സ്റ്റേഷൻ ആക്രമിക്കും, ഇങ്ങനെ പല പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് തോന്നും, ഇനി ഇവർക്കെങ്ങാനും ഭരണം കിട്ടിയാൽ ഈ കാര്യങ്ങൾക്കൊക്കെ എതിരെ കേസ് വരും, ഈ കുറ്റക്കാരെയൊക്കെ പിടിച്ച് ജയിലിലിടും എന്നൊക്കെ തോന്നും. രണ്ടു കൂട്ടരും എങ്ങനെയാണ് കേട്ടോ, അത് LDF ഭരിക്കുമ്പോഴാലും UDF ഭരിക്കുമ്പോഴും ഒക്കെ സംഭവിച്ചത് ഇങ്ങനെയായിരുന്നു. പക്ഷേ ഭരണം മാറി വരുമ്പം ഈ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അഴിമതി ഓർക്ക് മറന്നുപോകും, കുറ്റങ്ങൾ കുറവുകളും മറന്നുപോകും. എങ്ങനെയെങ്കിലും പിന്നെ ഭരണം കിട്ടിയവരെങ്ങനെയെങ്കിലുമൊക്കെ അഴിമതി നടത്താനുള്ള ശ്രമം നടത്തും. ഈ പ്രതിപക്ഷം അതിനുവേണ്ടി സമരങ്ങളും കാര്യങ്ങളും ചെയ്ത് ഇങ്ങനെ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിൽ ഇങ്ങനെ മുന്നോട്ട് പോകുന്ന ഒരു രീതിയായത് കണ്ടിരുന്നത്. പക്ഷേ ഈ പ്രാവശ്യം 10 കൊല്ലം തുടർച്ചയായിട്ട് LDF ഭരിച്ചു, അത് കഴിഞ്ഞ് 5 കൊല്ലപ്പിന് UDF കിട്ടുകയാണ്. ഇപ്പോ ചില സംഗതികൾ നടക്കുന്നുണ്ട്. ഇപ്പോ കഴിഞ്ഞ ടേമിൽ ഉണ്ടായിരുന്ന മുഖ്യമന്ത്രി പിണറായി വിജയനും പിന്നെ മന്ത്രിമാരും കൂടെ നടത്തിയ ഒരു കേരള യാത്രയിൽ കോൺഗ്രസ് പ്രവർത്തകരായ ചില ആളുകളെ ആ യാത്രയുമായി ബന്ധപ്പെട്ട ചില ആളുകൾ ആക്രമിക്കുകയും പരിക്കേൽപ്പിക്കുകയും ചെയ്തിരുന്നു. അത് അന്ന് തന്നെ UDF-കാർ കോൺഗ്രസ്സുകാരൊക്കെ പ്രശ്നമാക്കിയിരുന്നു. പക്ഷെ പിണറായി വിജയൻ സ്വാഭാവികമായിട്ടും അദ്ദേഹത്തെ LDF ഗവൺമെന്റ് അതിനെതിരെ കേസെടുക്കുക അന്വേഷിക്കുക കാര്യങ്ങളൊന്നും ചെയ്യൊന്നുമില്ല, സ്വാഭാവികമാണ്. അത് അങ്ങനെയാണ് ചെറിയ രീതിയിലൊക്കെ അതൊക്കെ അന്വേഷിച്ച് അങ്ങനെ തേഞ്ഞു വാങ്ങി പോയിരുന്നു. അതുപോലെ ഒരു കാഫൂർ സ്ക്രീൻഷോട്ട് പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. ഇങ്ങനെ വേറെയും ചില കേസുകളൊക്കെ VD സതീശന് അധികാരം ഏൽക്കുകയും രമേശ് ചെന്നിത്തല ആഭ്യന്തരമന്ത്രി ആവുകയൊക്കെ ചെയ്ത സമയത്ത് വളരെ പെട്ടെന്ന് തന്നെ കുറെ കേസുകളൊക്കെ പൊടിതട്ടിയെടുത്തിട്ട് അത് അന്വേഷിക്കുകയും അതിലെ പ്രതികളുടെ പിന്നാലെ പോലീസ് വരികയൊക്കെ ചെയ്യുന്ന ഒരു സംഗതി, ഇത് ഒരു അർത്ഥത്തിൽ നമുക്കൊരു പ്രതീക്ഷയാണ്, സന്തോഷമാണ്. കാരണം കുറ്റം ചെയ്തവര് പിന്നെ അങ്ങനെ വിലസിറക്കാൻ പാടില്ല, അവരെങ്ങനെ എത്രയും പെട്ടെന്ന് പിടിക്കുകയും ജയിലിലടക്കുകയും അവർക്ക് കൊണ്ട് ശിക്ഷ കൊടുക്കുകയൊക്കെ വേണ്ടതുണ്ട്. അപ്പോൾ അത് സന്തോഷകരമായ ഒരു രീതിയിൽ ഇങ്ങനെ പോകുന്നതോടൊപ്പം തന്നെ കേരളത്തിൽ ഇപ്പോൾ നടക്കുന്ന ഒരു ചർച്ച, ഈ കഴിഞ്ഞ ദിവസമായിട്ട് ചാനലുകളൊക്കെ കാര്യമായി ചർച്ച നടക്കുന്നുണ്ട്. പിണറായി വിജയൻ ഗവൺമെന്റ് ഇല്ലാണ്ടായി പോകാൻ കാരണമായിട്ട് പല സംഗതികളുണ്ട്, അവരുടെ കുറെ കെടുകാഴ്ചകളും കാര്യങ്ങളൊക്കെ ഉള്ളതോടൊപ്പം തന്നെ അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതി ഒരാളുണ്ട്. അത് വേറെ ആരുമല്ല, നമ്മുടെ സാക്ഷാൽ വെള്ളാപ്പള്ളി നടേശൻ. അക്കാലത്ത് വെള്ളാപ്പള്ളി നടേശനെ കയറൂരി വിട്ടിട്ട് വർഗീയതയും വിധ്വംസ പ്രവർത്തനങ്ങളും ചെയ്യാൻ വേണ്ടിയിട്ട് പിണറായി വിജയൻ കയറൂരി വിട്ടതിന്റെ കാരണം കൊണ്ടാണ് പിണറായി വിജയൻ തകർന്നടിഞ്ഞു പോയത് എന്ന് കേരളം വിലയിരുത്തിയിട്ടുണ്ട്. ആ വെള്ളാപ്പള്ളി നടേശന് ഒരു വലിയ കേസുണ്ട്. ആ കേസിനെ കുറിച്ച് എന്താണ് ഗവൺമെന്റിന്റെ നയം? ആ കേസുമായി ബന്ധപ്പെട്ട് ഒരു ആത്മഹത്യ ഉണ്ടായിട്ടുണ്ട്. ആ ആത്മഹത്യ ചെയ്ത മനുഷ്യൻ, അദ്ദേഹം മരിച്ചതിന്റെ പിറ്റേന്ന് വെള്ളാപ്പള്ളി പറഞ്ഞത് ഇദ്ദേഹം എന്റെ കൂടെയുള്ള ആളായിരുന്നു, ഞാൻ അദ്ദേഹത്തെ കൂടെ അങ്ങനെ ആക്കി ഇങ്ങനെ ആക്കി എന്നൊക്കെ പറഞ്ഞിട്ട് മഹേശനെ കുറിച്ച് വലിയ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ KK മഹേശന്റെ ഭാര്യ ഉഷാദേവി ഇന്ന് പറയുന്നത് അതിനുശേഷം വെള്ളാപ്പള്ളി നടേശൻ ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞിട്ടുള്ള വളരെ നികൃഷ്ടമായ ചില സംഗതികൾ. KK മഹേശൻ പിന്നെ പെണ്ണുപിടിയനായിരുന്നു, അദ്ദേഹം അഴിമതിക്കാരനായിരുന്നു, ഇങ്ങനെയൊക്കെയുള്ള വളരെ മോശമായ സംഗതികൾ വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞിരുന്നു എന്ന് ഉഷാദേവി പറയുന്നു. അത് നമ്മൾ ചാനലിലൂടെ ഒക്കെ കേൾക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോ ഈ ഒരു കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉഷാദേവി മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്തിട്ടുണ്ട്. അതിന്റെ ഒരു കോപ്പി ആഭ്യന്തരമന്ത്രിക്കും കൊടുത്തിട്ടുണ്ട്. പക്ഷെ ആഭ്യന്തരമന്ത്രിയോട് പത്രക്കാർ ചോദിച്ചപ്പോൾ അങ്ങനെ പരാതി കിട്ടിയോ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇല്ല, എനിക്ക് പരാതി കിട്ടിയിട്ടില്ല, മുഖ്യമന്ത്രിക്ക് കൊടുത്ത പരാതിയുടെ ഒരു കോപ്പി കിട്ടിയിട്ടുണ്ട് എന്നുവെച്ചാൽ കോപ്പി ആയിപ്പോയി എന്ന ഒരു നേർക്കുനേരെ പരാതി കൊടുത്തിട്ടില്ല എന്നത് ഒരു നീരസം പോലെയാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. ഈ ഒരു വിഷയത്തിൽ ഈ മൈക്രോ ഫിനാൻസ് കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് കുറെ ആളുകൾ കഷ്ടപ്പെടുന്നുണ്ട്. ഇപ്പോഴും പലതരത്തിലുള്ള പ്രശ്നങ്ങളും പ്രയാസങ്ങളൊക്കെ അവരൊക്കെ അനുഭവിക്കുന്നുണ്ട്. അതിൽ വലിയൊരു അഴിമതി നടന്നിട്ടുണ്ട്, ചെറുതൊന്നുമല്ല, വലിയൊരു തുക ആരൊക്കെയോ മുക്കിക്കൊണ്ട് പോയിട്ടുണ്ട്. അതിന്റെ പേരിൽ ഒരു മനുഷ്യൻ ഇവിടെ ജീവൻ കളഞ്ഞിട്ടുണ്ട്. അപ്പൊ ഈ ഒരു കേസ് എങ്ങനെയാണ് ഗവൺമെന്റ് കൈകാര്യം ചെയ്യുന്നത് എന്നറിയാൻ കേരളത്തിന് താല്പര്യമുണ്ട്. നിലവിലിപ്പോ UDF ഗവൺമെന്റിനെ കുറിച്ച്, VD സതീശന്റെ ഗവൺമെന്റിനെ കുറിച്ച് ഒരു ചെറിയ ഒരു പ്രതീക്ഷയും ഒരു സന്തോഷവും ഒക്കെ ഉള്ള ഒരു അന്തരീക്ഷത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഒരുപാട് നല്ല നല്ല കാര്യങ്ങളൊക്കെ ഗവൺമെന്റിന്റെ ഭാഗത്ത് ഉണ്ടാവുന്നുണ്ട്. അങ്ങനെ ഉണ്ടാവുമ്പോൾ ഒരു കുടുംബം ഇവിടെ അവരുടെ നാഥൻ നഷ്ടപ്പെട്ടതിന്റെ പേരിൽ കഷ്ടപ്പെടുന്നുണ്ട്. അത് ആ ഒരു കുടുംബത്തിന്റെ പേര് മാത്രം ഒരു പ്രശ്നം മാത്രമല്ല, കേരളത്തിന്റെ മൊത്തത്തിൽ തന്നെയുള്ള ഒരു പ്രശ്നമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഈ കേസിന്റെ കാര്യത്തിൽ മറ്റ് കേസുകളുടെ കാര്യത്തിലൊക്കെ എടുക്കുന്ന ആ
ഒരു ശുഷ്കാന്തി കാണിക്കണം എന്ന് ഒരു അഭ്യർത്ഥന മുന്നോട്ട് വെക്കുകയാണ്.